ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ കുറേ കാലമായി ഒരു പ്രോപ്പർ വ്ളോഗ് ഇട്ടിട്ട്, ബിക്കോസ് എനിക്ക് കോളേജ് ആയിരുന്നത് കൊണ്ടും എക്സാംസ് ആയിരുന്നത് കൊണ്ടും ഐ ജസ്റ്റ് കുഡൻറ്റ് സിറ്റ് ഒരു സ്ഥലത്തിരുന്ന് എഡിറ്റ് ചെയ്ത് ഒരു ടൈം പ്രോപ്പറായിട്ട് ഇല്ലായിരുന്നു. എനിക്ക് കോളേജ് വ്ളോഗ്സ് എനിക്ക് പെൻഡിങ് ഒത്തിരി വന്നു. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ, എന്നാൽ കോളേജ് തീരെ ആ ടൈമിൽ ഐ പോസ്റ്റഡ്. സോ റീസെൻ്റ്ലി ഐ പോസ്റ്റഡ് എ കോളേജ് വ്ളോഗ്. അതുപോലെ ഐ സ്റ്റിൽ ഹാവ് ലൈക്ക് 3-4 pending college vlogs to be posted. So this is not a college vlog. ഒരു ഫ്രഷ് വ്ളോഗ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഒരു 10-20 വ്ളോഗ്സ് മോസ്റ്റ് ഓഫ് ദം were കോളേജ് വ്ളോഗ്സ്, get ready with me or something like shoot vlog, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുള്ളൂ. സോ പണ്ട് ഐ യൂസ് ടു ഡു എ ലോട്ട് ഓഫ് കുക്കിംഗ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ആലോചിച്ച് കുറേ കാലമല്ലേ ചെയ്തിട്ട്. സോ ദിസ് ടൈം ടുഡേ ഐ ആം ഗോയിങ് ടു പ്ലാൻ ഓൺ ഡൂയിങ് എ വ്ളോഗ് മേക്കിംഗ് ചായ ആൻഡ് വാഴയ്ക്കപ്പം. ഇറ്റ്സ് എ വെരി കോമൺ ഫുഡ് ഐറ്റം, എല്ലാവരും കഴിക്കുന്നതും ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഓഫ് സിൻസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ ഡെയിലി ഡ്രിങ്ക്, വൈ നോട്ട് മേക്ക് എ വ്ളോഗ് അബൌട്ട് ഇറ്റ്? ബിക്കോസ് ചായയുടെ ഡൈ ഹാർട്ട് ഫാനാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് എനിക്കെപ്പോഴും ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്ക് ഐറ്റം ഉള്ളതും ഇഷ്ടമാണ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ചായ മാത്രം വേണ്ട, നമ്മൾ യൂഷ്വലി ചെയ്യുന്നൊരു സ്നാക്കിൻ്റെ സ്റ്റൈലും കൂടെ കാണിക്കാമെന്ന് വാസ് തിങ്കിങ്. സോ ഡെഫിനറ്റ്ലി ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും കുക്ക് ചെയ്യത്തില്ല, എനിക്ക് നേരെയൊന്നും അറിയത്തുമില്ല. ഐ എം ലേണിംഗ് ആൻഡ് ഐ എം ഗോണ ട്രൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോം ആൻഡ് അപ്പച്ചി. സോ ദിസ് ടൈം അങ്ങനെയാണ് എൻ്റെ ഒരു വ്ളോഗ് ഐഡിയ ആൻഡ് ലെറ്റ് സീ ഇഫ് ദാറ്റ് വർക്ക്സ്. ഇന്ന് ഐ എം ഗോണ പ്ലാൻ ദിസ് വീഡിയോ. ഇതിപ്പോൾ മോർണിംഗ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ആഫ്റ്റർനൂൺ ലഞ്ച് കഴിച്ചിട്ടൊക്കെ അല്ലേ പ്ലാൻ ചെയ്യുന്നത്. ബിക്കോസ് ചായ നമ്മൾ ഉച്ചയ്ക്കൊക്കെ അല്ലേ കുടിക്കുന്നത്. യൂഷ്വലി രാവിലെയൊക്കെ കുടിക്കാം, ബട്ട് നമ്മുടെ യൂഷ്വൽ ഒരു ടീ ടൈം സ്നാക്ക് ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു 2:30-3 ആ ടൈം. ടുഡേ ഐ എം ഗോണ ഡു ദിസ് ഇൻ ദ മോർണിംഗ്. രാവിലെ ഇപ്പോൾ 11 AM ആണ്. ബിക്കോസ് ഞാനൊരു ഉച്ച ആ ടൈമിൽ ഐ എം ഗോയിങ് ഔട്ട് വിത്ത് മൈ ഫാമിലി ഒരു സിനിമയ്ക്ക്. സോ ഐ വാസ് ലൈക്ക് എന്തായാലും ഇങ്ങനൊരു ഐഡിയ വന്ന സ്ഥിതിക്ക് ഓഫ് കോഴ്സ് ഐ വിൽ ഷോ ദാറ്റ് യു ഗൈസ് വ്ളോഗിൽ. സോ നൗ ദാറ്റ് ഇറ്റ്സ് മോർണിംഗ് ഐ ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മൈ മോർണിംഗ് റുട്ടീൻ. സോ ലെറ്റ് മീ ഷോ ദാറ്റ് യു ഗൈസ്. ഞാൻ മുഖം വാഷ് ചെയ്തു. സോ ഐ എം ട്രൈങ് ടു ഗെറ്റ് എ ലിറ്റിൽ മോർ കൺസിസ്റ്റൻറ്റ് വിത്ത് മൈ സ്കിൻ ലേറ്റ്ലി. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സിറം ഐ ബീൻ യൂസിങ് ഒരു 10 days ആയിട്ട്. പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നയസിനമൈഡിൻ്റെ 10% ഉള്ള സിറമാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നമുക്ക് യൂസ് ചെയ്യാം. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ് സിറം that would help me with my acne marks and I got my hands on this plum serum that has 99% pure niacinamide and Japanese rice water. The texture is really light and നമ്മുടെ സ്കിന്നായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു സിങ്ക് ആവും ഇങ്ങനെ എഫേർട്ട്ലെസ് ആയിട്ട്. റിസൾട്ട് വൈസ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി സീ ദ ഡിഫറൻസ്. മൈ സ്കിൻ ഫീൽസ് റിയലി ഹെൽത്തി. ദ പാസ്റ്റ് 10 days ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു 3-4 days ആയിട്ട് മൈ സ്കിൻ ഫീൽസ് ആൻഡ് ലുക്സ് റിയലി ഹെൽത്തി. ഒക്കെ ലൈക്ക് ഇപ്പോൾ എക്സാം സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് മൈ സ്കിൻ ഇസ് ആക്ച്വലി ലൈക്ക് ഇപ്പോൾ അലൈവ് സ്റ്റേറ്റിൽ. അത് മൊത്തത്തിൽ ഒരു ബ്രൈറ്റ്നെസ്സും ഓവറോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ അപ്ലൈയിങ് ദ സിറം ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ജസ്റ്റ് സിറം ആൻഡ് മോയ്സ്ചറൈസർ അത്ര മതി, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ജസ്റ്റ് കീപ്പ് ഇറ്റ് സിമ്പിൾ. മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഐ ജസ്റ്റ് ഫീൽ കൈൻഡ് ഓഫ് ബാഡ്. ഭയങ്കര ലൈവ്ലി ആക്കുക, ലൈക്ക് വി ഫീൽ റിഫ്രഷ്ഡ്. ഓക്കെ, മൈ മോർണിംഗ് റുട്ടീൻ, മൈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആക്ച്വലി ഡൺ. ലെറ്റ്സ് ഗോ. ഇറ്റ്സ് എ വെരി ഗ്ലൂമി ഡേ. അത് പുറത്തിങ്ങനെ ഇരിക്കുന്നത് വെരി ഗ്ലൂമി ഡേ. നല്ല ഐസൊലേറ്റഡ് തണ്ടർസ്റ്റോംസ് എല്ലാം ഉണ്ട്. പക്ഷേ വെതർ എന്ന് പറയുമ്പോൾ വെതർ നല്ല ചൂടാണ്, നല്ല വിയർക്കുന്നുണ്ട്, പക്ഷേ ഗ്ലൂമി ഡേ ആണ്. സോ ദാറ്റ്സ് എ തിങ്. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വ്ളോഗ്. നമുക്ക് ഇനി പ്രിപ്പറേഷൻസ് ഒക്കെ കാണിക്കാം. നമ്മുടെ വാഴയ്ക്കപ്പം, ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ വാഴയ്ക്കപ്പം, ദെൻ ലെറ്റ്സ് ഗോ ആൻഡ് മൂവ് വിത്ത് ചായ ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ബാക്ക്. Okay guys, പിന്നെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞു ആൻഡ് നൗ വി ആർ ഗോയിങ് ടു മേക്ക് വാഴയ്ക്കപ്പം ആൻഡ് ചായ. നൗ ദാറ്റ് എനിക്ക് ക്ലാസ്സസും കോളേജൊന്നും ഇല്ലാത്തതുകൊണ്ട് ഐ എം കൈൻഡ് ഓഫ് ഫ്രീ ഇൻ ദ മോർണിംഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. And now Hansika will guess what are Guess. the ingredients. Okay, this is sugar. We have maida. We have rice flour. Then we have കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇടാൻ പോകുന്നു. ഇത്രയൊന്നും നമ്മൾ ഇടുന്നില്ല. Then we have the main bananas. നമുക്ക് ഇത് എന്താ ഓരോ സൈസിലേ ഉണ്ടല്ലോ.
We have 3 bananas Omi, here. Omi. Omi banana. Omi ഇതല്ലേ മറ്റേ കുഞ്ഞു ബനാനയാണ്. Then of course knife. Okay. So ഈ ട്രേഡ് ഐഡിയ സിന്ധുവിൻ്റെ ആണ്. സിന്ധു ഇങ്ങനെ ക്യൂട്ടായിട്ട് ട്രേ ഒക്കെ വെച്ചാൽ I was like my വീഡിയോക്ക് വേണ്ടിയാണ്. She's like yeah. So it's cute. We can always use വേറൊരു പൊടി. എന്താണ് ഹൻസിക്കുട്ടി ഗസ് ചെയ്ത് മൈദയ്ക്ക് പകരം നമുക്കിത് ഉണ്ടാക്കാൻ മറ്റൊരു വീറ്റ്. യെസ് കറക്റ്റ് ആട്ട. അതാ ഞങ്ങളുടെ ഇവിടെ എപ്പോഴും അതാ ചെയ്യണം. ബിക്കോസ് നമ്മൾ മൈദയാക്കിയ കിച്ചു എപ്പോഴും മഴക്ക് പറയും. പക്ഷെ ഇത് മൈദയല്ലേ? അല്ല എനിക്ക് കിച്ചു ഇവിടെ ഇല്ലല്ലോ. ഓക്കെ വാഴക്കപ്പല്ലേ കുഴപ്പമില്ല. ഇറ്റ്സ് എ സ്നാക്ക്. നോ ഇറ്റ്സ് ഫൈൻ. ഈ മൈദേനെ എല്ലാവരും ബാഡ് ഫോർ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പറോട്ടയൊക്കെ ഉണ്ടാക്കണം മൈദ. പക്ഷെ പാവമല്ലേ മൈദ? പാവമല്ല. നമ്മളിപ്പോൾ പണ്ടും പറോട്ട കഴിക്കുമ്പോൾ അച്ഛൻ പറയും വീറ്റ് പൊറോട്ടയെ കഴിക്കാവൂ അങ്ങനെ പറയാറുണ്ട്. ഐ റിമെമ്പർ ദാറ്റ്. ആർക്കും ഇഷ്ടമല്ല. മൈദയുടെ ഒരു സ്റ്റോറി എടുത്ത് മറ്റേ AI മൈദ നടക്കുന്നു, മൈദ കരയുന്നു. സോ ലെറ്റ്സ് ബിഗിൻ. ഇനി സിന്ധുവും കൂടെ വരണം വീഡിയോ, കാരണം ഞാൻ ഇത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യില്ല. ഐ ആം ഗോയിങ് ടു ലേൺ ആൻഡ് ട്രൈ. അല്ലാതെ ഐ എം നോട്ട് ഗോണ ബി ലൈക്ക് ഇറ്റ്സ് മൈ കുക്കിംഗ് വ്ലോഗ് അങ്ങനെയൊന്നുമല്ല. ഇറ്റ്സ് ഓക്കെ. ഐ ക്യാൻ ഹാവ് ഒരു ഐ ക്യാൻ ഗെറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം യു നോ അല്ലേ? ഒരു ബൗൾ വേണം, അതിലോട്ട് ഈ മാവൊക്കെ മിക്സ് ആക്കി കറക്റ്റ് ആക്കി വെക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ എണ്ണ വെച്ചിട്ട് ചൂടാക്കി ഫ്രൈ ആക്കണം. മോസ്റ്റ് ഈസി തിങ്. അപ്പോൾ ഹൻസിക്ക് ആദ്യമായിട്ട് കണ്ടിട്ട് പഠിക്കണം. അതിന് ചായ ഇടാനും പഠിപ്പിക്കും. അതെ, എല്ലാവരും ആലോചിക്കും ഈ കുട്ടിക്ക് ചായ കുടിക്കാനൊക്കെ ഇഷ്ടമാണ്, ഇത്രയും വലുതായി ചായ ഇടാൻ അറിയത്തില്ല. ദെർ ആർ സം പീപ്പിൾ ലേൺ തിങ്സ് വെരി ലേറ്റ് ആൻഡ് ഓൾ. ഐ എം ഗോണ ലേൺ ദിസ് നൗ. എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചായ. ഞാൻ ഇങ്ങനെ നന്നുവിനടുത്ത് പറഞ്ഞു, നന്നു ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം വീട്ടിൽ വാ, ഞാൻ ചായ ഉണ്ടാക്കാം, നന്നു ഞാൻ ചായ തരാം, അത് നമുക്ക് വ്ളോഗ് എടുക്കാം, നന്നു കുറിച്ച് നന്നു റിയാക്ഷൻ പറയാം. കാരണം നന്നുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്ത് കിടന്നു, നന്നു ചായ ഉണ്ടാക്കി തന്നു. ഞാൻ നന്നുവിനെ സല്യൂട്ടൊക്കെ കൊടുത്തു, നന്നു ഇത് ചായ അങ്ങനെയൊക്കെ പറയാം. അപ്പം നന്നുവിന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ അറിയാം കേട്ടോ. ഭയങ്കര ക്യൂട്ട് കുട്ടിയാണ്, റെസ്പോൺസിബിൾ കുട്ടിയാണ്, മെച്ചുവറാണ്. ഞാനും ആവശ്യത്തിനൊക്കെ മെച്ചുവറാണ്. പക്ഷേ ഇങ്ങനെ കുക്കിംഗ് കാര്യത്തിൽ ഞാൻ എൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക. എനിക്കിഷ്ടമുള്ള എത്ര ഫുഡ് എനിക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. മറ്റേ എനിക്ക് ബ്രിഞ്ചാൾ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഐ വോണ്ട് ടു നോ, ലൈക്ക് ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു സീ ദ കറി പ്രിപ്പയർഡ്. എനിക്ക് എൻ്റെ എന്തുകൊണ്ട് മാനുഫാക്ചറിങ്ങും പ്രീ പ്രൊഡക്ഷനും അതൊക്കെ എനിക്ക് കാണണം. ഇനി എനിക്ക് നൗ ദാറ്റ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രീ ടൈം, എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫ്രീ ആവുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം ഇവിടെ എന്ത് കുക്ക് ചെയ്യാനാണ്? സോ ദാറ്റ് ഈസ് വൺ മെയിൻ തിങ് നോ. സോ ഓൾറെഡി ദെയർ. അപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് വന്ന് ഓക്കെ അമ്മ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരിക്കലും ഒരു പ്രോപ്പർ ടൈം കിട്ടിയിട്ടില്ല. സാറ്റർഡേ സൺഡേ ഹാസ് ഓൾവേസ് ബീൻ സംവെയർ അറൗണ്ട് ഇങ്ങനെ ബിസി ആയിട്ട്. സോ നൗ ദാറ്റ് എൻ്റെ ഗോളാണ് ഈ ഒരു വർഷത്തിൻ്റെ അകത്ത് ഐ നീഡ് ടു അറ്റ്ലീസ്റ്റ് ലേൺ ടു മേക്ക് 5 items on my own. Yeah, that's definitely രണ്ട് മെയിൻ തിങ്സ് വി ഈറ്റ് എ ലോട്ട്. അത് പിന്നെ സം ഡിഷ്, ഒരു കറി പോലെ മീലിൻ്റെ കൂടെ കഴിക്കാം. വാട്ട് സംതിങ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് അമ്മ. ഓക്കെ, ഐ ലേൺ ടു മേക്ക് വൺ ഓഫ് ദ ബിരിയാണീസ് നമ്മൾ കഴിക്കാറുള്ളതിൽ. വാട്ട് അബൌട്ട് പ്രോൺ ബിരിയാണി? വെരി ഈസി. അപ്പോൾ പ്രോൺ ബിരിയാണി ഞാൻ പഠിക്കാം. എനിക്ക് അമ്മയുടെ പ്രോൺ ബിരിയാണി ഒരു രക്ഷയില്ലൊക്കെ 3 items. അതിന് 4th വൺ എന്താ അമ്മ? ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് പഠിക്കും. 4th. 5th വൺ കട്ട്ലറ്റ് ഞാൻ പണ്ട് അമ്മയുടെ കൂടെ ഉണ്ടാക്കാനേ പഠിച്ചിട്ടുള്ളൂ, ലൈക്ക് വിത്ത് മോംസ് ഹെൽപ്പ്. അന്ന് ഞാൻ ഒന്നുമേ ഹെൽപ്പ് ചെയ്തില്ല, ഞാൻ കൂടെ ഇങ്ങനെ ഇരുന്നു, അത്രയേ ഉള്ളൂ. നൗ ഐ വോണ്ട് ലൈക്ക് എൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യണം കുറച്ചും കൂടെ. സോ കട്ട്ലറ്റ് ഇസ് കട്ട്ലറ്റ് നമ്മുടെ ഫേവറേറ്റ് തിങ്. ഒക്കെ നമുക്ക് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ വന്നു കുഴപ്പമില്ല. അമ്മ കുറേ കാലമായിട്ട് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. സോ നമുക്ക് ഇനി വീഡിയോ എടുക്കുന്ന പേർപ്പസിന് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ സിന്ധു യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ യുവർ ചാനൽ ആസ് വെൽ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നിപ്പോൾ ഏപ്രിലല്ലേ, നമുക്കിനി അങ്ങോട്ട് കുറേ മാസങ്ങളുണ്ടല്ലോ ഈ വർഷം തീരുന്നതിന് മുന്നേ. സോ ലെറ്റ്സ് സീ ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്കിനി ബൗൾ വെച്ച് സ്റ്റാർട്ട്. അപ്പൂൻ്റെയും ഹെൽപ്പൊക്കെ വേണ്ടി വരും ഇന്ന്, വാഴയ്ക്കപ്പം ആയതുകൊണ്ട്. സ്റ്റാർട്ട് വിത്ത് പ്രിപ്പറേഷൻ. നമ്മൾ ആദ്യം മൈദ, റൈറ്റ്? മൈദ നമ്മൾ ഫുൾ ബൗൾ ഇടും. അമ്മയുടെ സാഡ് സ്റ്റോറി മൈദയാണ്. ആ മൈദയ്ക്ക് നമുക്കൊരു കണ്ടും മൂക്കും വെച്ച് കൊടുക്കാം. ഇന്ന് നമ്മുടെ മൈദയാണ് ഹീറോ ഓർ ഹീറോയിൻ. ഇനി അരിപ്പൊടി. ഇറ്റ് ഫീൽസ് ലൈക്ക് ഐ എം ബേക്കിംഗ് സം കേക്ക് ഓർ സംതിങ്. ആ ഒരു വൈബ്. നമുക്ക് ഷുഗർ കട്ടാണ് മഞ്ഞ. ഒരു
2 3 4 5 6 7 8. This ഒരു പിഞ്ച് ഓഫ് 1/2 spoon. നോട്ട് ഹാഫ് സ്പൂൺ, ജസ്റ്റ് ഡ്രോപ്പ് മഞ്ഞൾപ്പൊടി. ലിറ്റിൽ ലെസർ ദാൻ ദാറ്റ് കിട്ടും. ഓക്കെ മതി. സമയം കൂടെ വന്നു. നമ്മൾ ഇനി മിക്സ് ചെയ്യാൻ പോവാ. And just okay. Mama's going to pour some water. Mix. ഏതാ കുഞ്ഞു മഞ്ഞപ്പൊടി. വെള്ളം കൂടിയാൽ വീണ്ടും പൊടിക്കണേ. ആണോ? വെള്ളം കൂടിയോ? കുറച്ച് മിക്സ് ആയി. ഇതാണ് ഓമിയുടെ ഫേവറേറ്റ് സ്പൂൺ. ഓമി ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്പൂൺ കൈ കൊടുക്കും. ഈ സ്പൂൺ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡൊക്കെ കൊടുക്കും. ഞാൻ ആലോചിച്ചത് ഓമി സ്പൂൺ ഇവിടെ എന്ത് ചെയ്യുന്നു. ലെറ്റ് മീ ഒരുപാട് വാട്ടറി ആയാൽ കുളമാവും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വാട്ടർ ആവില്ലേ? നല്ലൊരു മിക്സ് ചെയ്തേ പതുക്കെ നോക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഷുഗർ ചെക്ക് ചെയ്തിട്ട് ഷുഗർ കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഷുഗർ ഇടാം. ഞാൻ ഇടയ്ക്ക് ഫേസ് ടാൻ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ 2-3 സാധനങ്ങളായത് മൈദയല്ല, റൈസ് ഫ്ലവറും മിൽക്കും. അപ്പൂൻ്റെ ചോദിക്കാറില്ലേ ഓട്സ് പൊടിയും തേനും പാലും. അത് ഇതുപോലെ ഇരിക്കും ഞാൻ ചെയ്യുമ്പോഴേ. അപ്പം എനിക്ക് മുഖത്ത് ഇനിയും വെള്ളം വേണോ? ഓക്കെ. മഞ്ഞപ്പൊടി ആ നല്ല കുറവാണ്. ഡ്രോപ്പ് ഇട്ടാൽ മതി. ഇപ്പോൾ മോർ മഞ്ഞപ്പൊടി മിക്സിങ്. കുറച്ചുകൂടെ ലിക്വിഡ് ആക്കണോ ഇത്ര തിക്കായിട്ട് വെക്കണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. നമുക്കൊന്ന് ഷുഗർ നോക്കിയാലോ? ഉണ്ട് 2 സ്പൂൺ. ഇച്ചിരി ഇട്ടില്ലേ ഷുഗർ? വേണമെങ്കിൽ ഞാൻ പറയാം. തുള്ളി വേണമെങ്കിൽ ഇടാം. മാവിൽ നല്ല ഷുഗർ ഉണ്ട്. ബട്ട് മേ ബി ആയി വരുമ്പോൾ ഇത്രയും ഫീൽ ചെയ്യില്ല. 1 more spoon മതി. ഈ വീട്ടിൽ എല്ലാവരും ഷുഗർ കട്ടാണ്. ഞാൻ ഷുഗർ കട്ട് അല്ല, എന്നും ഷുഗർ കട്ട് ഇങ്ങനെ. ഇഷാനി ഷുഗർ കട്ടാണ്, പക്ഷെ എന്നും ഫുഡ് ഇങ്ങനെ വെളിയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. ഇഷാനി ഷുഗർ ഫ്രീ സാധനങ്ങൾ ഇപ്പോൾ കഴിക്കുന്നത് അല്ല, വിത്ത് ഷുഗർ ഇല്ലാത്ത ജാം. ഷുഗർ ഫ്രീ ജാം, ഹണി. ഷുഗർ ഫ്രീ ഹണി. ഷുഗർ ഫ്രീ അല്ല. ഇഷാനി ഷുഗറിന് പകരം ഷീ യൂസസ് ഹണി. അതിന് ആക്ച്വലി ഇപ്പൊ കടയിൽ കിട്ടുന്ന പകുതി ഹണിയിലും അവർ ഷുഗർ ഒക്കെ ഇട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ നമുക്ക് ഈ കടയിലൊക്കെ കിട്ടുന്ന ഇത്രത്തോളം ഹണിക്ക് വേണ്ടി ഹണി ബീസ് ഇവിടെ എവിടെയാ ഉള്ളത്? ഓക്കെ, അപ്പൊ ഞാൻ ബനാന പറ്റിത്തരാം. ഓക്കെ, ഹൻസുകുട്ടി, ഞാൻ ഏത്തപ്പഴം ഞാൻ കട്ട് ചെയ്യാം. എനിക്ക് ഏത്തപ്പഴത്തിന് ഞാൻ കണ്ണും മൂക്കുള്ള ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് കാണുന്നത്. ഏത്തപ്പഴം ഉണ്ട് അങ്ങനെ. അമ്മ പറയാം ആൾക്കാർ മൈദ നല്ലതല്ല, മൈദ പാവല്ല. ഐ ടോൾ മോം മറ്റേ മൈദയ്ക്ക് കണ്ണും മൂക്ക് വെച്ചിട്ട് AI ജനറേറ്റഡ് മൈദ പോയി കാര്യമില്ല. നമുക്ക് കുഞ്ഞു പീസാക്കിയിട്ടാലോ? ഈ സൈസ് ഇടാം. കുറച്ച് ചെറുതാക്കണം. ഇത് ആക്ച്വലി അത്ര കുഞ്ഞാണ്. നമ്മുടെ വിഷാണ്. നമുക്ക് പക്ഷെ ഇതിന് കുറച്ചുകൂടെ ഷോർട്ട്. Come on, you can do it. ഗ്ലൈഡ് ആയി പോകുന്നുണ്ട്. അങ്ങോട്ട് സ്ട്രൈറ്റ് പെട്ട്. കമോൺ. ഹൻസു. ഞാൻ എന്തോ ഭയങ്കര
ഒരു സാധനം ചെയ്യുന്ന പോലെയൊക്കെ. അത് കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഇതിനെ ഇവിടെ വെച്ചേക്കണത് അത് വേണോ? വേണ്ട, ടൂ മച്ച് മിക്സിന് തികയില്ല ഐ തിങ്ക്, അല്ലേ? അത് വേണം, നമുക്കിത് ആക്കാം. അധികം ആരും കഴിക്കാനില്ലല്ലോ. ഇഷാനി കഴിക്കില്ലല്ലോ ഇപ്പൊ തന്നെ. വി ഹാവ് ഇനഫ് അല്ലേ? ഇത് വേണ്ടേ നമുക്ക്? ഇഷാനി ജിമ്മിൽ പോകുമ്പോ കഴിക്കട്ടെ. ആകെ 3 ഏത്തപ്പഴം ഉണ്ടായിരുന്നു. ഇഷാനി പറയും, അയ്യോ ഞാനിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ ഏത്തപ്പഴം കഴിക്കാറില്ല. ഞാൻ കഴിക്കാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇനി വേറെ ഒന്നുമില്ല. അടുപ്പിൽ എണ്ണ വെക്കുക, എണ്ണ ചൂടാകുമ്പോൾ ഓരോരോ പീസ് എടുത്തിടുക, ഫ്രൈ ആക്കുക, എടുക്കുക, അത്ര. ഓക്കെ, നമ്മൾ ഓയിൽ ഇട്ടു. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ബൈ. ടിഷ്യൂ വെച്ചിട്ടുണ്ട്. ഇത് റെഡിയാണ്. നല്ല ചൂടാവട്ടെ എണ്ണ. ഇടാറായോ? നമുക്കിങ്ങനെ ഇത് ഡ്രോപ്പ് ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. ഏകദേശം 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ആവും. ഇറ്റ്സ് റെയിനിങ്. നമുക്കിങ്ങനെ 1 by 1 ഇടാവേ. ഹൻസുമൊക്കെ ഇടുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം, കയ്യിലൊന്നും എണ്ണ തെറിക്കാത്ത. ഇനി ഞാൻ എനിക്ക് യൂഷ്വലി നമ്മുടെ വീട്ടിൽ വാഴയ്ക്കപ്പം അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റെടുത്തു. പക്ഷെ ഞാനല്ല ഫുൾ ചെയ്യുന്നത്, സിന്ധു ഹെൽപ്പ് ചെയ്യുവാണ് എന്നെ. അപ്പോൾ ഇന്ന് വാഴയ്ക്കപ്പം അപ്പോൾ കഴിച്ചിട്ട് പറയണം അപ്പൂൻ്റെ ആണോ നല്ലത്, ഇതാണോ നല്ലതെന്നേ. Let's go. നീ എന്തിട്ടെ? ഞാൻ വരട്ടെ? ഞാനത് മറിച്ചിടണം. എനിക്ക് ഓയിൽ ആയതുകൊണ്ട് ഹൻസു ചെയ്യുന്നത് എനിക്ക് പേടിയാണ്. പണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ, ഓയിൽ എന്തോന്നും ഇട്ടിട്ടുണ്ടല്ലോ, സംതിങ്. നോട്ട് വാഴയ്ക്കപ്പം. നമുക്കിപ്പോൾ വലിയൊരു പാത്രം വെച്ച് ഒത്തിരി എണ്ണയൊക്കെ ഇട്ടിട്ട് ചെയ്യാം. പക്ഷേ ഞാനൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ എണ്ണ വേസ്റ്റ് ആക്കാൻ, എണ്ണ ഇപ്പോൾ കോക്കനട്ട് ഓയിൽ ഇസ് വെരി വെരി കോസ്റ്റ്ലി. അതുകൊണ്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ അങ്ങനെ ഒരുപാട് നമ്മളൊന്ന് കഞ്ചൂസായിട്ടാണ് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കുഞ്ഞ് പീസാക്കും, കുഞ്ഞു പാത്രത്തിൽ കുറച്ച് എണ്ണ കുറച്ചിട്ടിട്ട് അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്യുന്ന എണ്ണ യൂഷ്വലി നമ്മൾ റീയൂസ് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഇത് എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. കരിഞ്ഞു പോകാതെ നോക്കണം. ഈ പാത്രം ഒരു കുഞ്ഞു പാത്രം ഒന്ന് ഇച്ചിരി ഷേക്ക് ആവുന്നതുകൊണ്ട് ഹൻസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. യൂഷ്വലി ചായ എത്ര നേരത്തിലാണ് നമുക്ക് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ടൈം? ഇൻസൈഡ് 10 minutes. Inside 10 minutes. So while this is ഇതാക്കിയിട്ട് നമുക്ക് ചായ ആക്കാം. അല്ലെങ്കിൽ ഇത് 2 എണ്ണം ആക്കിയിട്ട് ബാക്കി അപ്പച്ചി അപ്പുറത്താക്കുമ്പോൾ നമുക്കിവിടെ ചായ ആക്കാം. Let's see. Okay? ഇതായോ? ലൈക്ക് ഗോൾഡൻ ബ്രൗൺ ആയി. യൂഷ്വലി വേറൊരു ഷേപ്പ് അല്ലേ വാഴയ്ക്കപ്പം? ഇറ്റ്സ് ലിറ്റിൽ മോർ ഫാറ്റ്, നോ? ലിറ്റിൽ മോർ ചബ്ബിയ വാഴയ്ക്ക പോലെ. ഇന്ന് എന്ത് പറ്റി വാഴയ്ക്കപ്പം നമ്മുടെ ഓമിയെ പോലെ ആയിപ്പോയി? ഞാൻ പറഞ്ഞില്ലേ, എണ്ണ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുഞ്ഞാക്കിയത്. ഞാൻ തീ കുറച്ച് വെച്ച് തരാം. ഇനി എന്നിട്ട് ഹൻസ് പതുക്കെ ഇട്ടോ. പേടിച്ചിടല്ലേ, അപ്പൊ തെറിക്കും. ഞാൻ സ്ലൈറ്റ് ആയിട്ട് ഇട്ടാ മതിയാ? സൈഡിൽ കൂടെ ഇങ്ങനെ. Oh no, what did I do? Sorry guys. Was it bad? No, it's okay. പതുക്കെ. Let's go. ഇടയ്ക്കിടെ കാണാം ഈ വാഴയ്ക്കപ്പം അമ്മ പപ്പടം പോലെയായി. ഞാനിട്ട വാഴയ്ക്കപ്പവാ. ഷിൻചാന്റെ അമ്മ അടി കൊടുക്കുമ്പോ തലയിൽ അങ്ങനെ ആവും. ഒച്ചോ, ഞാൻ വെച്ച വാഴയ്ക്കപ്പം ഇങ്ങനെ ചബ്ബി അങ്ങനത്തെ വാഴയ്ക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വാഴയ്ക്കപ്പം നോക്ക് ഓമിയെ പോലെയായി. നമ്മുടെ കബീഷ് ഓമിയെ പോലെ. അവിടെ നോക്ക് കബീഷ് ഓമി.
അല്ലേ? ഓമി ഇതുപോലെ ഇരിക്കണേ. ലൈക്ക് പെട്ടെന്ന് ഓമി ഭയങ്കര ചബിയായിരുന്നു, പെട്ടെന്ന് ഓമി ഭയങ്കര മെലിഞ്ഞു പോയി. നമ്മുടെ കബീഷായിപ്പോയി. ആദ്യം ഓമി ഷിൻചാനായിരുന്നു, പിന്നെ ഓമി മറ്റേ ക്രോൾ അവൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടി അവൻ ഇങ്ങനെ കബീഷായിപ്പോയി. അവന് വേറൊരു പേരുണ്ട്, കള്ള ബടുവ. ദാറ്റ് നെയിം പെട്ടെന്ന് കേൾക്കുമ്പോൾ അതെന്താ അങ്ങനെ വിളിക്കണേ, അതിനൊരു സ്റ്റോറി ഉണ്ട്. ദർസ് എ പിക്ചർ ദാറ്റ് സ്ക്രീൻസ് ദാറ്റ് നെയിം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വാഴക്കപ്പം സെറ്റ് കുറച്ചും കൂടെ പഴയ ഷിൻചാനാണ്, നമ്മുടെ കള്ള ബടുവയല്ല. റിയലി ബാഡ് പഠിച്ചാൽ മതി. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനേ അപ്രതീക്ഷ ഞാൻ കഴിക്കില്ല, എന്നാലും എനിക്ക് ശരിക്കും സ്ട്രെസ്. അമ്മ എടുക്ക കഴിയുന്നു, ഞാൻ കഴിക്കില്ല പക്ഷെ കഴിയുന്നു. ഇത്ര മതിയോ? ഇനിയുണ്ടല്ലേ? തീ കുറയ്ക്കും. ഹൗ മെനി ഇത് അപ്പം ഉണ്ടാക്കണം? അല്ല, 3-4 കൂടെ ഇടാം. ഞാൻ ഇടട്ടെ? ആണോ? ഞാൻ മിക്സിങ് മാത്രം ചെയ്യാം, അമ്മ കോരുന്നെടുത്തോ. പണ്ട് എനിക്ക് കട്ട്ലറ്റ് ആയിരുന്നു അമ്മ ഞാൻ ചെയ്തിട്ടുള്ള അമ്മയുടെ കൂടെ. അത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത് 5 ഉണ്ടോ? പണ്ട് അപ്പച്ചി ഈ മാവ് മാത്രം വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കും. And I think I like that. അപ്പച്ചി ഇത് വെച്ചിട്ട് ഉണ്ണിയപ്പം, നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കും. പോളി. അപ്പൊ ഇതാ മാവ് ബാക്കിയുണ്ട്. അതിലെന്ത് വാവ് കുളമായിട്ടിരിക്കുന്നു. Wow, that's like a family. That's a family. That's a family bond. നിൽക്കുന്ന മക്കളെ തെറിക്കും. അതിനിപ്പോ എന്ത് സിന്ധു, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. നമ്മുടെ കുക്കിംഗ് വീഡിയോ സുലു ഹസീനയൊക്കെ കണ്ടവരെ ആ കുട്ടിക്ക് ഒരു വാഴയ്ക്കപ്പം തിരിക്കാൻ പോലും അറിഞ്ഞൂടാ, എൻ്റെ അമ്മയ്ക്കും അറിഞ്ഞൂടാ എന്തൊക്കെയോ ചെയ്യുന്നു. വലിയ പാത്രം എടുക്കാതെ, പിന്നെ ഞാൻ ഇത് കുഞ്ഞായതുകൊണ്ട്. അയ്യോ, വാട്ട് വാസ് ദാറ്റ്? കറണ്ട് പോയോ? എന്താ സംഭവിച്ചത്? ഇടി വെട്ടിയോ? എന്തൊക്കെയോ പോയി. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആയില്ലല്ലോ ഹൻസു, ഇതിനെ കാസറോളിലോട്ട് ഇട്ടോ. പറ്റുന്ന പരിപാടിയല്ലേ ഞാൻ ചെയ്യട്ടെ. കള്ളപ്പെടുവ. ഞങ്ങൾ ഓമിയുടെ ഒരു ഫോട്ടോ ഇടണല്ലേ. എന്തിനാ ഇങ്ങനെ അറ്റാച്ച് ആയിട്ടിരിക്കുന്നേ? അവർക്ക് പിരിയാൻ വയ്യ. എക്സ്ട്രീംലി ക്ലോസ്. മാവ് മാത്രം ഫ്രൈ ചെയ്ത ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇതുപോലെ ഇരിക്കില്ലേ? ഇപ്പോൾ 2 മിനിറ്റ്സിലാവും. പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ ഓർമ്മ എന്ന് പറയുമ്പോൾ ടെമ്പൂറ ഷ്രിംപ്. ആക്ച്വലി ഇതിന് പ്രോൺസിന്റെ ഫീൽ ഇല്ലേ? അതല്ലേ, ഞാൻ യൂഷ്വലി വാഴയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പരന്നല്ലേ ഇരിക്കുന്നത്. ഇത് ലുക്സ് ലൈക്ക് ടെമ്പൂറ പ്രോൺസ്. ഞാൻ കഴിക്കാൻ പോവാണ്. ലാസ്റ്റ് നമ്മൾ എവിടുന്നോ കഴിച്ചിട്ട് വെരി ടേസ്റ്റി. ഗ്രീൻ കോവിലായിരുന്നോ? ഞാൻ അവിടെ നിന്ന് അവസ്ഥ സിന്ധു അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ നമ്മൾ ബാംഗ്ലൂരിൽ പോയപ്പോഴും കഴിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു അമ്മൂൻ്റെ കൂടെ അനിതാകൃഷ്ണൻ ടീച്ചറിൻ്റെ കൂടെ നമ്മൾ ഹയാത്തിൽ പോയപ്പോൾ ആണെന്ന് തോന്നുന്നു. ഇതായല്ലോ, ഓൾമോസ്റ്റ് 1 മിനിറ്റിലെടുക്കാം. Why am I so excited right now? ഇതിന്റെ പ്രിപ്പറേഷൻ എന്തായാലും തീർന്നു. ഇനി നമ്മുടെ ചായ, ടീ മേക്കിംഗ്. ഇത് ട്രിപ്ലെറ്റ്സ് ആണ് കേട്ടോ. അച്ചോ, ട്രിപ്ലെറ്റ്സ്. ഓസിഷാനി ഹൻസു. അമ്മു. ഇത് ഓമി. ഇത് അമ്മു, ഇത് ഓസിഷാനി ഹൻസു, ഇത് ഓമി. അങ്ങോട്ട് എടുത്തിട്ട് മറ്റോ ചെയ്യാം. ആമയാ? ആമ. അത് കൊള്ളാം. അപ്പു കറക്റ്റ് ആമ. അയ്യോ അപ്പു ആമ. സോ ബാക്കി വന്ന മൈദേനെ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തപ്പോൾ ഒരു ആമയെ പോലെ വന്നു. ദാറ്റ്സ് വെരി ക്യൂട്ട്. പോളി അപ്പു, പോളി. പൊളി. നീ അപ്പോൾ ആമയല്ല, ഇനി എന്തിനാ ഉണ്ടാക്കാൻ പോനെ? മുയൽ. ഇത് പൊളി. ഇത് വലിയ ആമ. ഇത് നമ്മുടെ കുഞ്ഞാമയായിരുന്നേ. ഇത് കുഞ്ഞാമയായിരുന്നു, പക്ഷെ ഇത് വലിയ ആമ.
അപ്പോൾ വലിയ ആമ. ഇത് ആമ, ഇത് അമ്മ ആമ, ഇത് മോനാമ. ഓമി. ഇന്നിവിടെ കുറേ ഓമി ഉണ്ടല്ലോ. ശരിക്കും അതുപോലെ തന്നെ. അപ്പോൾ പൊളിച്ച് അത് കുഞ്ഞു പാത്രത്തിലാക്കുന്നോണ്ടായിരിക്കും. മാറ്റുമ്പോ ആരടിച്ച് അതുപോലെ ആമയായി പോന്ന്. കൊള്ളാം. അയ്യോ ആമ. ഇനി അടുത്ത എന്താണാവോ? സൂക്ഷിച്ച്. ഇത് ആമയല്ല, വേറെ എന്തോ. എന്തോന്ന് പറയുന്നത്? കഥകളിക്കാരുടെ ഒരു കിരീടം പോലെ ഉണ്ട്. കഥകളി. ആക്ച്വലി അത് തന്നെ നമ്മുടെ ആമ. ഇതാരപ്പോ? അത് തന്നെ. നമുക്ക് നമ്മുടെ വാഴക്കപ്പം പാത്രത്തിലിടാപ്പോ. ഇനിയിപ്പോൾ നമ്മൾ വെള്ളം വെച്ചു. നമ്മൾ 4 പേർക്കാണ് ചായ ഉണ്ടാക്കുന്നത്. 4. യൂമി, അപ്പച്ചി, പുതിയ ചേച്ചിക്ക് 4 പേർക്കാണ് ചായ ഉണ്ടാക്കുന്നത്. യൂഷ്വലി സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കണ ഒത്തിരി പേർക്കായിരിക്കും, ഒരുപാട്. ഇന്ന് നമ്മളെ ഡ്രൈവർ, ഓസിയുടെ ഡ്രൈവർ ആരുമില്ല. ചില ദിവസം ഒത്തിരി പേര് കാണും. അപ്പോൾ നമ്മൾ ചായക്കടകളെ പോലെ ചായ ഉണ്ടാക്കും. 2 ചായ 3 ചായ. ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് വെള്ളം? ഇത് ഓൺ ചെയ്യാം, പക്ഷെ ഇത് ഓൺ ചെയ്താൽ ഭയങ്കര സൗണ്ടാണ്. അതാണ് ഞാൻ ഓൺ ചെയ്യാത്തത്. ഹൻസു, ഞാനിവിടെ തേയില ദിസ് ഇസ് ഡസ്റ്റാണ്, അത് ലീഫാണ്. ഞാൻ രണ്ടും യൂസ് ചെയ്യും. മിക്സ്. അതെ. ഇനിയിപ്പോൾ ഹൻസു ഇപ്പോൾ ഇതിലോട്ട് കോരിയിട്ടെ. This one first. ഒരു ഹാഫും കൂടെ മതി. നീ ഇത് അടച്ചു വെച്ചിട്ട് മറ്റേ ഡബ്ബ എടുക്കും. നമ്മുടെ ലീഫ്. താജ്മഹൽ. താജ് ഭയങ്കര ഇഷ്ടം. അതൊരു ഫുൾ സ്പൂൺ. Nothing can beat chai. ഷുഗർ എടുക്കടേ. ഷുഗർ കട്ടാണ് വീണ്ടും. നമ്മളെല്ലാവരും ഷുഗർ കട്ട്. ഷുഗർ കട്ടിലെ ഉള്ളി എക്സെപ്ഷൻ ആണ് ചായ. അപ്പൊ ഷുഗർ കട്ടല്ല. ഇതിന് എനിക്കാണ് നമ്മൾ 4 പേരല്ലേ, ഒരു 4 സ്പൂൺ ഇടും. നല്ല ഫുൾ 4 സ്പൂൺ. Oh, look at the color. Close up എടുക്ക സിന്ധു. Sorry about that. My bad. 4. 4 പാല്. നമ്മൾ പാൽ, അതിനൊന്നും ഒരു കണക്കൊന്നുമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഒഴിക്കും പാല്. നമ്മുടെ സിന്ധു സ്പെഷ്യൽ ടീ ആണ്. സിന്ധു സ്പെഷ്യൽ ടീയിൽ ഇൻഗ്രീഡിയൻസ് ഞാനാണ് കേട്ടോ. അപ്പൊ സിന്ധുവിന്റെ മാജിക് അല്ലല്ല, എനിക്ക് മാജിക് വല്ലപ്പോഴേ വരാറുള്ളൂ. പക്ഷെ ആ മാജിക് ആ വല്ലപ്പോഴും എന്നുള്ളത് ഇസ് എ ബിഗ് തിങ്. ചില ദിവസങ്ങളിൽ ഞാൻ ഇടുന്ന ചായ ഞാൻ തന്നെ കുടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് കളയാറുണ്ട്. അല്ലെങ്കിൽ ഇത്തിരി വൃത്തികെട്ട ചായയാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷെ അതേ സാധനങ്ങൾ, അതേ പൊടികൾ ഉപയോഗിച്ച് ചായ ഇടുമ്പോൾ ചില ദിവസം എനിക്ക് വെരി ഇട്ടി, ചില ദിവസം എനിക്കൊരു ശകലം കൂടെ കുടിക്കാൻ തോന്നും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിട്ടിട്ടുണ്ടില്ല, നമ്മളിപ്പോൾ നോക്കും കളർ കുറവാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ പൊടിയിടും. ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ നോക്കും നമുക്ക് വേണ്ട കളർ ആവുന്നുണ്ടോ, കളർ കുറഞ്ഞിട്ടുണ്ടോ. കളർ കുറച്ച് ആക്ച്വലി ഓക്കെ, കുറച്ച് കുറഞ്ഞോ, ഇച്ചിരി കുറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് നമുക്കൊരു ഡ്രോപ്പ് ഷുഗറും കൂടെ ഇടാം. ഇല്ല, പാലൊഴിച്ചപ്പോഴേ ഇച്ചിരി കൂടിപ്പോയ പോലെ. അപ്പോൾ ഇറ്റ് ലുക്സ് മോർ. കൂടെ ഷുഗർ ഇടാം. മേ ബി നമുക്കൊരു ഡ്രോപ്പ് തേയിലയും കൂടെ ഇടാം. ജസ്റ്റ് പുട്ട് ലിറ്റിൽ ഡസ്റ്റ്. ചായക്ക് ഒരു മാജിക്കും ഇല്ല. ഇറ്റ്സ് സെയിം, ബട്ട് ദെൻ ഈച്ച് പേഴ്സൺ ഉണ്ടാക്കുമ്പോൾ ഇറ്റ് ടേസ്റ്റ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഞാൻ വീട്ടിന് വെളിയിൽ പോയാൽ ഐ നെവർ ഹാവ് ടീ.
അല്ലെങ്കിൽ വീട്ടിനകത്ത് മാത്രമേ കുടിക്കൂ. ഞങ്ങൾ ഇന്നലെ ഒരു വീട്ടിൽ ഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ചെന്ന ഉടനെ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ ഹൻസൂനൊരു ചായ കിട്ടുമോ. എവിടെ പോയാലും ഹൻസൂന് തെണ്ടി ചായ വാങ്ങിക്കും. ഞാനൊന്ന് ഓഫാക്കി ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കളറ് അത്യാവശ്യം കളറുണ്ട്. ഒരിക്കൽ കൂടെ ഒന്ന് ബോയിൽ ചെയ്യിപ്പിക്കാം. അതെന്തിനാണ്? അതിങ്ങനെ രണ്ടാമതും കൂടെ ഒന്നിങ്ങനെ ബോയിൽ ചെയ്ത് വരുമ്പോൾ അത് നല്ല ഇതാവും, പതപ്പിക്കുന്ന പോലെ. മനസ്സിലായോ? ചായ ഇടുന്ന മനസ്സിലായോ? ഇനി സിന്ധു നോക്കുമ്പോ വൈകുന്നേരം ഇവിടെ ഡോറൊക്കെ അടച്ചിട്ടേക്കായിരിക്കും. ഞാൻ അകത്തായിരിക്കും. ഹൻസു പ്ലീസ് മേക്ക് സം ടീ ആൻഡ് ഹൻസു വിൽ മേക്ക് ഇറ്റ്. യെസ്, ഞാനിനി എല്ലാവർക്കും ചായ കൊണ്ടായി കൊടുക്കും. അപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാവരും ചായ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നു, ചായക്ക് ടേസ്റ്റ് കൊള്ളില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ പറയും അത് ഞാനാ ഉണ്ടാക്കിയത്. അങ്ങനെയൊക്കെ വല്ല സംഭവിച്ചാൽ ഡൺ. ഇനി ഇത് നന്നായിട്ട് അടിക്കണം. മണമുണ്ട് 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 മണമുണ്ട്. ഞാൻ ഓക്കേ, ലെറ്റ്സ് ഗോ. ഹൻസുവിൻ്റെ കപ്പ്. ദാറ്റ്സ് മൈ കപ്പ്. ഇറ്റ്സ് ലൈക്ക് ഈക്വലന്റ് ടു 2 cups. അത്രയ്ക്ക് സൈസ് ഉണ്ട്. ഹൻസുകുട്ടിക്ക് ഓരോ സീസണിൽ ഓരോ കപ്പ്. പണ്ടൊക്കെ ഷിൻചാൻ കപ്പായിരുന്നു. അത് കുഞ്ഞു കപ്പ. റെഡി ഗൈസ്. എനിക്ക് ചായ ഇങ്ങനെ പാതപ്പിച്ച് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ലെവലിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, രാദർ ദാൻ ലുക്കിംഗ് വെരി മിൽക്കി. ഗൈസ്, ഇത് അപ്പൂൻ്റെ ആമകൾ, അമ്മ, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഓക്കെ, ഡൺ. Now it's tea time. Let's go. Okay guys, നമ്മുടെ ചായ, this is mom's cup, this is my cup. നമ്മുടെ വാഴയ്ക്കപ്പം എല്ലാം റെഡിയാണ്. Now let's try it. അവിടെ പോകാം, വാ. അപ്പു ഉണ്ടാക്കിയ ആമയെ പോലത്തെ വാഴയ്ക്കപ്പം റെഡിയാണ്. കഴിക്കാം അപ്പു. അത് ഉണ്ണിയപ്പോവാ? ഉണ്ണിയപ്പല്ല, നെയ്യപ്പം. പക്ഷെ അത് കാണാൻ ആമയെ പോലെ ഇരിക്കും. അതാണ് സൂപ്പർ. നമ്മുടെ ആമ സ്പെഷ്യൽ. Let's go. Okay guys, so chai is ready. അമ്മ ഓൾറെഡി കുടിച്ചു, ഞാൻ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. How is it? നൈസ്. ഇച്ചിരി മധുരം കുറവാണ്. ഇത്രയും ഷുഗർ ഇട്ടില്ലേ? ഇത്രയൊക്കെ മതി. ഇത്രയൊക്കെ മധുരം ഷുഗർ കട്ട്. ഈശാനി ഷുഗർ കട്ടായിട്ട് ഞങ്ങൾ ചായക്ക് ഷുഗർ കുറച്ചായിട്ട്. വാഴയ്ക്കപ്പം എടുക്കട്ടെ. ഷുഗർ കട്ടിന്റെ അർത്ഥം ഷുഗർ ലെസ് എന്നല്ല. ഷുഗർ കട്ടിന്റെ അർത്ഥം ഷുഗർ ലെസ് എന്നല്ല. നോ ഷുഗർ. ഞാൻ ഷുഗർ ലെസ് ആണ് ഫോളോ ചെയ്യുന്നത്, ഷുഗർ കട്ടല്ല. എനിക്ക് ഷുഗർ ലെസ് ആസ് ലോങ് ആസ് ഐ ഡ്രിങ്ക് ടീ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? വാഴയ്ക്കപ്പം കഴിച്ചിട്ട് നമ്മൾ ചായ കുടിച്ച ചായയുടെ ഫുൾ മധുരം പോകും. ആണോ? നമുക്ക് ഇച്ചിരി ഓവറാവാം. നോ, ഞാൻ ഓവറാവല്ല. ഇറ്റ്സ് റിയലി നൈസ്, വെരി ടേസ്റ്റി. ഇത് വൺ ഓഫ് ദ ചബ്ബി വാഴയ്ക്കപ്പം. നമ്മുടെ കള്ളപടു. നൈസ്. ഇഷാനി കഴിക്കത്തില്ലല്ലേ ഇതൊന്നും? നമ്മുടെ ഓമി വാഴയ്ക്കപ്പം. സോ ഒത്തിരി ആൾക്കാർ വാഴയ്ക്കപ്പത്തിന് പഴംപൊരി എന്നാണ് പറയുന്നത്. വാഴയ്ക്കപ്പം പഴംപൊരി സ്റ്റൈലായിട്ട്. അത് നമുക്ക് പഴംപൊരി എന്ന് പറയുമ്പോൾ വി ഗെറ്റ് ദ ലോങ് വൺസ്, നോ, ലൈക്ക് വലിയത് യെല്ലോ ആയിട്ടിരിക്കുന്നത്. അവിടെ അതെ, ഇത് കുഞ്ഞ. ഇതാണ് ഇതാണല്ലേ ആമ. നെയ്യപ്പം. ഇല്ല, അതിനകത്ത് പഴമില്ല, മാവ് മാത്രം. കഴിച്ചോക്കട്ടെ. ഇതാണോ അത്? അപ്പം ഉണ്ടാക്കിയ നെയ്യപ്പം, നെയ്യപ്പം എന്ന് പറയാൻ പോലെ മാവപ്പം അങ്ങനെയൊക്കെ പറയുമോ? ഇതിൻ്റെ അകത്തൊന്നുമില്ല, ജസ്റ്റ് നോ ഫില്ലിങ്സ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് മാവ്. ഇറ്റ്സ് സോ ടേസ്റ്റി. ഞാൻ പറഞ്ഞ ആമയെ പോലെ ഇരിക്കുന്നത്. സോ ടേസ്റ്റി.
ഐ തിങ്ക് എപ്പോഴും വാഴയ്ക്കപ്പം ഉണ്ടാക്കുമ്പോൾ ബാക്കി മാവ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കും. ഞാൻ എപ്പോഴും കഴിക്കും അല്ലേ? സോ ഇതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ഫുഡാണ്. എല്ലാവരും ഉണ്ടാക്കുന്ന സ്നാക്കാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള വെരി കോമൺ സ്നാക്കാണ്. ബട്ട് സ്റ്റിൽ വി ജസ്റ്റ് തോട്ട് ഓഫ് ഡൂയിങ് ദിസ് ഒരു കുഞ്ഞു വ്ളോഗായിട്ട്. ബിക്കോസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വഴക്കപ്പം ഉണ്ടെങ്കിൽ ചായ ഇസ് ലൈക്ക് നമ്മുടെ ഡെയിലി തിങ്. അപ്പോൾ ചായേനൊരു വ്ളോഗിൽ നമ്മൾ ഇത്രയും സൂപ്പറായിട്ട് കാണിച്ചിട്ടില്ല ഇന്നേ വരെ. ചായ കുടിക്കുന്ന മാത്രമേ കാണിച്ചുള്ളൂ, ചായയുടെ പ്രോസസ്സ് നമ്മൾ കാണിക്കുന്നത്. ഇറ്റ്സ് ദ സെയിം എല്ലാ വീട്ടിലും എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. പക്ഷേ അതിനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് ചുമ്മാ വിചാരിച്ചു. ബിക്കോസ് ഐ എം എ ഹ്യൂജ് ടീ ഫാൻ. എനിക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്കായിട്ട് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. ചായയും വാഴയ്ക്കപ്പം റെഡി ആയപ്പോഴത്തേക്കും നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ ഞങ്ങളുടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നോണ്ട് അവിടെ ഇരിക്കുക. കൃഷ്ണകുമാർ വേണമെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് വിളിക്കാം. അതെ, കൃഷ്ണകുമാർ, കം ഓൺ പ്ലീസ് കം ടു ദ സ്റ്റേജ്. ചെസ് നമ്പർ 3 ഓൺ സ്റ്റേജ്. സോ നമ്മുടെ വീട്ടിൽ ചായ കുടിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ 3 പേരാണ് നമ്മൾ. ബാക്കി ഇഷാനി, അമ്മു, ഓസി ആരും ചായ കുടിക്കില്ല. ഇഷാനി ചായ ടേസ്റ്റ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവരെല്ലാവരും കോഫി ലവേഴ്സാണ്. അച്ഛൻ ഇത് കഴിച്ചായിരുന്നോ? ഇത് കഴിച്ചോ? ഇന്നത്തെ ചായയെ പറ്റി 2 വാക്ക്. ക്യാമറ ഓണാ? ഓണാണ്, അത് കുഴപ്പമൊന്നുമില്ല. മയക്ക് എന്ന് പറയാം, കേൾക്കുന്നതിന് മയക്കെന്ന് കേൾക്കും. എന്ത് എങ്ങനെയുണ്ട് വാഴയ്ക്കപ്പം? എങ്ങനെയുണ്ട് വാഴയ്ക്കപ്പം? ചായയൊക്കെ കൊള്ളാം, സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. അതാണ് സമാധാനം. വന്ന് കയറുമ്പോൾ അവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ക്യാമറ. എന്ത് ചെയ്യാം, നമ്മൾ ആദ്യമായിട്ടല്ലേ വാഴയ്ക്കപ്പോനെ വീഡിയോ ചായനെ ഒരു വീഡിയോ എടുക്കാന്ന് വെച്ച്. അല്ല, വാഴയ്ക്കപ്പൊക്കെ ഈ ക്യാമറയൊക്കെ വരുമ്പോൾ ഭയങ്കര മാന്യമായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. കഴിച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്യാമറ ഒക്കെ വരുമ്പോഴത്തേക്കും അതും ക്യാമറയുടെ മുന്നിലല്ലേ ഇപ്പൊ കാണിച്ചത് അല്ലേ? നമുക്ക് വാഴയ്ക്കപ്പം കുറെ എണ്ണുണ്ട്. നമുക്ക് കുറെ ഓമി സൈസ് വാഴയ്ക്കപ്പം ഉണ്ട്, പിന്നെ ഒരു ആമയെ പോലെ ഇരിക്കുന്ന ജസ്റ്റ് നെയ്യപ്പം പോലെ ഉണ്ട്. അഹാന സൈസ് നമ്മൾ ആക്ച്വലി അമ്മു ഓസീഷാനി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഓമി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ കഴിച്ചു. ഇവിടെ ഓമി ഉണ്ട്. ഓമിയുടെ ഇപ്പത്തെ സ്റ്റേജ് കള്ളപ്പെടുക. ഓമി ഇങ്ങനെ ആയിരുന്നു ഇരുന്നത്, ഓമി ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ആക്ടിവിറ്റീസ്, ഭയങ്കര ഡ്രാമ, ക്രോളിയും ചാടും. വേറെ ഞാനവിടെ ചെല്ലുമ്പോഴേ കോസ്റ്റോട് പിടിച്ചത് അച്ഛനെ കണ്ടു. വെറും ഡ്രാമയാണ്, വെറും ഡ്രാമ. We love that. We live for that. എന്നും ഉച്ചയ്ക്ക് നമ്മൾ മറ്റേ നമ്മുടെ പണിയൊക്കെ നിർത്തിട്ട് ഓടി അവരെ പേരെടുക്കും. ഞാൻ ചായ കൊടുക്കട്ടെ. സൂപ്പർ ചായ. അങ്ങനെയൊന്നുമില്ല, ഞാനിങ്ങനെ സാധനം ഇൻഗ്രീഡിയൻസ് ഇട്ടു, പിന്നെ പാലമ്മ ഒഴിച്ചു, വെള്ളം തെളിപ്പിച്ചു, പിന്നെ പകുതി അമ്മയാണ് ചെയ്തത്. ലൈറ്റ് ഇവിടെ ഇട്ടത് അടുക്കള ലൈറ്റ് നീട്ടു. അല്ല അല്ല, അത് ഇടാൻ ഇട്ടില്ലേ ചായ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. നീ എന്ത് ചെയ്യുമെന്ന് പറയും. ഇനിയിപ്പോ ഞാൻ എന്നും അവിടെ ഫുൾ കുക്കിംഗ് ആയിരിക്കും. ചില്ലറ ചായ ഉണ്ടാക്കലല്ലോ. അപ്പൊ പറഞ്ഞത് കഥകളിയുടെ നമ്മുടെ കിരീടം പോലെ ഇല്ലേന്ന്. അല്ല, ഇത് ഓമിയെ പോലെ ഇരിപ്പുണ്ട്. ഇതാണ് കറക്റ്റ് ഓമി. കമോൺ. അപ്പൊ ഭയങ്കര എക്സ്പ്ലനേഷൻ തന്നോണ്ട്. ഇത് ഒരു ആമയായിരുന്നു, ഇതല്ല ആമ. അയ്യോ, ആമയെ ഞാൻ കഴിച്ചു കേട്ടോ, സോറി. അത് പോയി. ഇതാണ് കറക്റ്റ് വാഴക്കപ്പത്തിന്റെ ഷേപ്പായിട്ട് വന്നത്. പിന്നെ ഇത് വാഴക്കപ്പത്തിന്റെ ഷേപ്പ് അല്ല, ഇറ്റ്സ് സ്മോൾ ഓൺലി. കുറേ നാൾക്ക് ശേഷം വാഴക്കപ്പം ഞാൻ കഴിക്കാറില്ല. Yeah, we are all on sugar cut, you know. All are on diet. അഞ്ചാമത്തെ ആയി പക്ഷേ. Okay guys, ബെസ്റ്റ് ഫാമിലി. സൂപ്പർ അല്ലേ? അപ്പോൾ അത് നമ്മുടെ വ്ളോഗ്. ചായ എല്ലാവരും കുടിക്കണം. ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ചായയുടെ ഫാൻ ആകണം, ചായ കുടിക്കണം. എപ്പോഴും കോഫി ലവേഴ്സ് പറയും ചായ ഇസ് ബോറിങ്, പക്ഷേ ഞാൻ പറയും ചായ കിടക്കണം. ഇഷാൻ ഇടയ്ക്ക് ഞാൻ ചായ ടേസ്റ്റ്, ഞാൻ ഇഷാൻ പറയും ചായ ഭയങ്കര പാവ, കോഫി പാവമാവണമെന്ന് എനിക്കറിയാം. കോഫി ഈസ് ഓൾവേസ് കുറച്ചൊരു സ്ട്രോങ് എലമെൻ്റ് അല്ലേ കോഫി എന്ന് പറയുമ്പോൾ. ചായ ഇസ് ലൈക്ക് നമുക്ക് കുറച്ചൊരു കംഫേർട്ട് തരുന്നൊരു സാധനം. പിന്നെ കോഫി ലവേഴ്സിന് കോഫി ആയിരിക്കും കംഫേർട്ട് തരുന്നത്. എനിവേസ്, ഇനി അപ്പു വാഴയ്ക്കപ്പം കഴിക്കണം. അപ്പു പറയണം അപ്പുവിൻ്റെ വാഴയ്ക്കപ്പമാണോ നമ്മുടെ അത് മറ്റേ അപ്പു ഉണ്ടാക്കിയ മാവ് ഉള്ളത്. ഇത് എങ്ങനെയുണ്ടെന്ന് പറയണേ. നല്ലല്ലേ? കളല്ലേ? അപ്പുവിൻ്റെ ഇതിനും എന്താണ് വ്യത്യാസം എന്ന് പറയണം. കറക്റ്റ് മധുരം അല്ലേ? അപ്പുവിൻ്റെ ഇതിന് എന്താണ് വ്യത്യാസം എന്ന് പറ.
ക്രിസ്പി കറക്റ്റ് നമ്മളെ കുറച്ച് സോഫ്റ്റ്. അത് കൊള്ളാപ്പോ, നല്ല എക്സ്പ്ലനേഷൻ ആണ്. ഞാൻ മറന്നുപോയി അത്. ക്രിസ്പിയാണ് അപ്പച്ചി ഉണ്ടാക്കുന്നതിന്റെ. അറ്റമൊക്കെ നല്ല മൊരിഞ്ഞു വരും. അപ്പ ഉണ്ടാക്കിയ മാവ് മാത്രമുള്ളതല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാ കഥകളിയില്ലേ, ഇത് സൂപ്പർ. ഇത് അപ്പ് വേണം കഴിക്കാൻ. ആ മാവ് മാത്രമുള്ള ഞാൻ കഴിച്ച എന്ത് രസമാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കഴിക്കാൻ. ബൈ. അതെ. അതെ, ചായ ഉണ്ടാക്കാനും പഠിച്ചു. ഇനി ഞാനായിട്ട് കൊറേ ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കണം. സൂക്ഷിച്ച്. അതെ. അതാണ്. അതെ. ഓക്കെ അപ്പു, ടാറ്റാ, ബൈ. ഓക്കെ, സോ ദാറ്റ് വാസ് our vlog. ഇല്ല, വ്ളോഗല്ല. ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഈ ചായ കുടിക്കുന്നു ഈ റോഡിൽ നിന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മേ ബി അവിടെ തിരക്കുണ്ടായിരിക്കാം, സ്ഥല സൗകര്യക്കുറവുണ്ടായിരിക്കാം, ചിലപ്പോൾ മിനിമം ഹൈജീൻ ഉണ്ടായിരിക്കണം. അതൊരു പ്രത്യേക സുഖമാണ്. റോട്ടിൽ നിന്ന് ചായയും പല സ്ഥലത്തും പലതാണ്. ചായയും കടിയും. ചിലയിടത്ത് എഴുതിയിരിക്കുന്നത് പൊരിപ്പ് കണ്ടിട്ടുണ്ടോ? ചായ പൊരിപ്പ്, ഈ പൊരിച്ചെടുത്ത സാധനങ്ങൾ. അങ്ങനെ ഓരോ സ്ഥലത്തിലും ഓരോ വാക്കുകളാണ്. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിതുപോലെ ചായ കുടിച്ച് ഓർക്കുന്നത് നമ്മൾ പണ്ട് ആ ഒരു പ്രോഗ്രാമിൽ പോയില്ലേ, മറ്റേ കുറച്ച് ആൾക്കാർക്ക് ടോയ്ലറ്റ് ഒക്കെ പണിത് കൊടുത്തത്. നമ്മൾ ആ റൂട്ടിൽ പടി ഒരു സ്ഥലത്ത് നിർത്തി കുറേ സാധനങ്ങൾ, അതായത് അങ്ങോട്ട് മല കയറുന്നതിന് മുമ്പ് ഈ കുഞ്ഞു കടയില് ഐസർ എന്ന് പറഞ്ഞൊരു സ്ഥാനം, ഐസർ എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപിക്കുന്നത്. നെടുമങ്ങാട് അങ്ങോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അവിടെ ആ കടയ്ക്കകത്ത് കയറി നിന്ന് നമ്മൾ ഇരുന്ന് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്ക് പൊതുവെ ചായ എനിക്ക് വീട്ടിലുണ്ടാവും. എങ്കിലും എനിക്ക് നല്ല സ്ട്രോങ് ചായ ചിലർ ഇട്ട് തരും. നല്ല രസമാണ് ചിലർ ചായ ഇടുന്നത്. അതുകൊണ്ട് യാത്രകളാണ് ഇപ്പോൾ എപ്പോഴും യാത്രയാണ്. എനിക്ക് റോഡ് സൈഡിൽ നിന്ന് കഴിക്കാൻ ഓസിക്കും. അതെ, റോഡ് സൈഡ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് റെയർലി കണ്ട കൊതിയാവും. ഇന്നലെ കൊല്ലത്ത് പഴയ ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്. കൊല്ലത്തെ ബൈപ്പാസ് തുടങ്ങുന്നതിൻ്റെ അവിടെ ഞങ്ങളുടെ പോയി ഒരു ഭാര്യയും ഭർത്താവും നടത്തുന്ന ചായക്കട. അത് ചായയേക്കാൾ അവരുടെ ഒരു സ്നേഹമുണ്ട്, അവരുടെ ഒരു പെരുമാറ്റമുണ്ട്. അവിടെ കുറച്ച് പേരായിട്ട് കൂട്ടുകൂടും, അവിടെ ഇരിക്കും, 2 ഫോട്ടോ ഒക്കെ എടുക്കും. ഒരു സുഖം. കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ കഴിയും. അപ്പോൾ ഇന്നലെ സ്കൂട്ടറിൽ പോയി ഒരു പെൺകുട്ടി നിർത്തിയിട്ട് ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചപ്പോൾ എൻ്റെ കൂടെ ഇലക്ഷന് വർക്ക് ചെയ്ത് കിട്ടി. പുള്ളിക്കാരി ഇവിടെ വർക്ക് ചെയ്യുന്ന എവിടെയോ. അങ്ങനെ ഓരോരോ ബന്ധങ്ങൾ നമ്മൾ ചായയിലൂടെ ഉണ്ടാവും. ചായ പേ ചർച്ച. ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ഓക്കെ, വി ലവ് ടീ ആൻഡ് ചായ. ഇന്നേ വരെ കുടിക്കാത്ത ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ചായ. എനിക്ക് അത്രയേ ഉള്ളൂ പറയാൻ. ചായ അഡിക്റ്റ് ഒക്കെ ആവാത്തതാണ് നല്ലത്. നമുക്ക് രണ്ടുപേർക്കും എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഈവനിങ് ആകുമ്പോൾ നമ്മൾ വിഷ് ചെയ്യില്ലേ, ചായ വിഷല്ലേ സന്തോഷം. 3:30 ഉച്ചയ്ക്ക് 3:30 നോക്കണ്ട, ഓഫീസിലെ സന്തോഷം ഇങ്ങനെ ചായ കിട്ടി. എനിക്ക് കുഴപ്പമില്ല, പക്ഷെ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ ലെവലാണ്. ഭയങ്കര ഇഷ്ടം കാസിനോ ഹോട്ടലിലെ ചായ. ഞാൻ എപ്പോഴും ഒരു കപ്പല്ല 2 കപ്പ്. അപ്പൊ അവർ ഒരു കപ്പ് എടുത്ത് അമ്മയുടെ അടുത്ത് വയ്ക്കും, 1 എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറയും 2 എനിക്ക് അങ്ങോട്ട് വെച്ചോ. കാരണം അത് ആക്ച്വലി കുഞ്ഞു കപ്പാണ്. കാരണം ഈ കപ്പ് ഇപ്പോൾ ലൈക്ക് 2 കുഞ്ഞ് ആക്ച്വലി ഈ കപ്പ് ആക്ച്വലി 2 കുഞ്ഞു കപ്പിന്റെ ഇക്വലൻസ് ആണ്. മഗ് ആക്ച്വലി മഗ്. ഓക്കെ, എനിവേസ് ഗൈസ്, ഇനി അടുത്ത വ്ളോഗ് കാണാം. ഇനി സൂൺ ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് വെരി റയർലി ഓർ ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുക്കിംഗ് വ്ളോഗ്സ് ഒക്കെ ചെയ്യാം. പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു 2-3. ഞാൻ ആ ട്യൂണ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കിയത് എന്ത് ഹിറ്റായിരുന്നു. ഞാൻ 15 years ഉള്ളപ്പോൾ എല്ലാവരും ഇങ്ങനെ ഐ ട്രൈഡ് യുവർ ട്യൂണ സാൻഡ്വിച്ച് റെസിപ്പി ആൻഡ് സോ വി ലവ് ഇറ്റ്. കട്ട്ലറ്റ് ഒക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. പണ്ട് ഹാജ എൻ്റെ അടുത്ത് പറയും, സൂക്ഷിച്ച് സംസാരിക്കും. ഇപ്പൊ വഴി അടുത്തോട്ട് പോയ ആളുടെ കണ്ണി കയറി കൈ കൊണ്ടുവന്നു. ഇപ്പൊ എന്റെ കണ്ണിൽ ഈ കൈ കയറി കൊണ്ടുവന്നു. ഇവള് ഇവിടെ അല്ല ട്യൂണ സാൻഡ്വിച്ച് ഒന്നും ഞാൻ ഇവിടെ വന്നു. ഓൾറെഡി ഒരു കണ്ണ് പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് കാണാം. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ബൈ ബൈ. ഫ്രെയിമിലുണ്ടോ? ബൈ ബൈ. വിത്ത് വരെ എടുക്കുന്ന വിത്ത് അതൊക്കെ നോക്കിക്കോളും. ബൈ ബൈ. നമുക്ക് 3 പേർക്കും ഓമിക്കും കൂടി വേണ്ടി ബൈ.